സിയുടെ ആസ്ഥാനത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നേരത്തെ ബാലഗോപാൽ പറയുകയാണ്, എക്സിറ്റ് പോളുകളെ മുഴുവൻ തള്ളിക്കൊണ്ട് വിജയം നമുക്കൊപ്പമായിരിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ AICCയിൽ ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് എന്നുള്ളത്. അമ്പയെ പരാജയപ്പെട്ടു പോകുമെന്ന് BJP ആവർത്തിച്ച് പറയുമ്പോഴും AICC മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസത്തിന് അവർക്ക് ചാലകശക്തിയാകുന്നത് എന്താണ് അനൂപ്? ഇന്ത്യ സഖ്യ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഓരോ സംസ്ഥാനത്തു നിന്ന് വന്ന നേതാക്കൾ നൽകിയ കണക്കാണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഡൽഹിയിൽ 4, ഉത്തർപ്രദേശിൽ 40, അപ്പുറത്ത് 26 സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുമെന്ന് NCP പറഞ്ഞു. ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം കൂട്ടിക്കൂട്ടി വരുമ്പോഴാണ് സ്റ്റാലിൻ പറഞ്ഞത് ഞങ്ങൾ 40 തരും തമിഴ്നാട്ടിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നും എന്ന്. അങ്ങനെ ഈ കണക്കുകളെല്ലാം കൂടി ചേരുമ്പോൾ 295 എന്ന സംഖ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സംഖ്യയാണ് പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ. പക്ഷേ കോൺഗ്രസ് ആസ്ഥാനത്തുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഇതാ പ്ലക്കാർഡുകൾ പിടിച്ച് കുറച്ച് പ്രവർത്തകർ വന്നിട്ട് ആ പ്ലക്കാർഡ് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത് രാജ്യത്തിന്റെ ജനാധിപത്യം വിജയിക്കുമോ അതല്ല മോദിയുടെ EVM വിജയിക്കുമോ എന്നുള്ളതാണ്. EVMനെതിരെ ഇപ്പോൾ തന്നെ 6:35 ആയത്. ഈ സമയം തന്നെ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഛത്തീസ്ഗഡിൽ ചില കുഴപ്പങ്ങളുണ്ട് EVMൽ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നേതാക്കളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. രാവിലെ ആയിട്ടില്ലേ ഉള്ളൂ. ഒരു 8 മണിക്ക് ശേഷമൊക്കെ ആളുകൾ എത്തുള്ളൂ. ഓഫീസ് തുറന്നിട്ടുണ്ട്, പക്ഷെ ആളുകൾ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പുറത്ത് വലിയൊരു പന്തലൊരുക്കിയിട്ടുണ്ട്. അത് വലിയ ആഘോഷ പ്രകടനങ്ങൾക്ക് വേണ്ടിയല്ല, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്തത്. ഈ ഭാഗത്തെല്ലാം അല്പസമയത്തിനകം കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിച്ചേരും. എന്തായാലും ഇന്ത്യ സഖ്യം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 295 സിധു മൂസേവാലയുടെ ആൽബമില്ലേ 295 അതുപോലെ വിജയിക്കും 295 എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് മിനിഞ്ഞാന്ന് പറഞ്ഞത്. ആ ആത്മവിശ്വാസം കോൺഗ്രസ് ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം 8 മണി വരെ. അനൂപ് ദാസാണ് AICC ആസ്ഥാനത്തുള്ള വിവരങ്ങൾ നൽകുന്നത്. മധുവിനിടയ്ക്ക് ഞാൻ 2 കാര്യങ്ങൾ കൂടി പറയാൻ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. AICC ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് എനിക്ക് 2 പ്രധാനപ്പെട്ട ഓർമ്മകളുണ്ട്. ഒന്ന്, AICC ആസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2009 തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം വരില്ല, നിരാശയുടെ മൂകത ബാധിച്ച് വല്ലാതെ ഒറ്റപ്പെട്ട് കിടന്ന, ആൾക്കൂട്ടമില്ലാതെ കിടന്ന AICC ഓഫീസ് എത്ര പെട്ടെന്നാണ് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ അത് ഉണർന്ന് വന്നത് എന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. AKG ഭവനിൽ നിന്ന് ഞാനും B ബാലഗോപാലും ഒക്കെ നേരെ AICC ആസ്ഥാനത്തേക്ക് പോയിരുന്നു, പാഞ്ഞു പോവുകയായിരുന്നു. കാരണം ഭരണമിതാ വീണ്ടും AICC ആസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ കഥ അന്ന് ഞാൻ അവിടെ കണ്ടൊരു വലിയൊരു കാഴ്ചയുണ്ട്. എൻ്റെ ഓർമ്മയിൽ അത് ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ത്രീയാണ് എന്നതാണ് എൻ്റെ ഓർമ്മ. ഒരു അമ്മ കൂടിപ്പോയാൽ ഒരു 25-26 വയസ്സ് വരും. കയ്യിലൊരു കുഞ്ഞുണ്ട്. ഞാൻ ഈ AICC ആസ്ഥാനത്ത് നടുത്തളം പോലെ ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ, ക്യാമറമാനുമായി നിൽക്കുമ്പോൾ 2 കൈയും ഇവിടെ വെച്ച് മുറിഞ്ഞ സ്ത്രീയാണ്. വോട്ടെണ്ണുന്ന ദിവസമാണ്, ഓർക്കണം. അവർക്ക് അതുപോലും അറിയില്ല, അല്ലെങ്കിൽ അതുപോലും പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അത്ര വലിയ അത്യാവശ്യമായി എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടാണ്. ഈ 2 കൈയുടെ ഈ താഴേക്ക് ഭാഗമില്ലാതെ, 2 കൈയുടെയും ഈ ഭാഗമില്ലാതെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പാല് കൊടുക്കുകയാണ് അമ്മ. ദൂരെ നിന്ന് ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങൾ എടുത്തു. അവരുടെ ആവശ്യം, അവരുടെ കൈ വൈദ്യുതാഘാതമേറ്റ് 2 മുറിഞ്ഞു പോയതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് വേണം. വോട്ടെണ്ണുന്ന ദിനത്തിലാണ് അതിഭീകരമായ കാഴ്ച. 2ാമത്തെ കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് ജർണയിൽ സിംഗ് എന്ന മാധ്യമ പ്രവർത്തകൻ, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന P ചിദംബരത്തിനെതിരെ ചെരിപ്പറിയുമ്പോൾ AICC ആസ്ഥാനത്ത് അതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. പിന്നാലെ ഇറങ്ങി അദ്ദേഹത്തിന് വിഷയമൊക്കെ എടുക്കാൻ. അങ്ങനെ 2 അനുഭവങ്ങൾ AICC ആസ്ഥാനത്തുണ്ട്. ഇന്ന് എന്താണ് AICC ആസ്ഥാനത്ത് സംഭവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അന്ന് BJPയുടെ ഓഫീസ് വളരെ ചെറിയ ഓഫീസാണ്. പക്ഷേ ഇപ്പോൾ പുതുമോടിയിൽ ഓഫീസൊക്കെ മാറിയതിനു ശേഷം ഞാൻ പോയിട്ടുണ്ട്.